ഏവർക്കും പ്രണാമം. ഗുരുകുലത്തിലെ സംപൂജ്യരായ ഗുരുക്കന്മാരെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രബന്ധ വിഷയം സദ്വസ്തു ദർശനവും സ്വരൂപ നിശ്ചയവും അരിസ്റ്റോട്ടലിൻ്റെ തത്വദർശനത്തിൽ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ പാശ്ചാത്യ ചിന്തയിലെ 3 മഹാരഥന്മാർ. ഇവർ തമ്മിൽ ഗുരുശിഷ്യബന്ധം ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെ. പ്ലേറ്റോയുടെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ കൃതി അരിസ്റ്റോട്ടലായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ പ്ലേറ്റോയുടെ പല തത്വവിചാരങ്ങളെയും വിമർശിക്കുകയോ ഖണ്ഡിക്കുകയോ ശിഷ്യനായ അരിസ്റ്റോട്ടൽ ചെയ്തിരുന്നു എന്ന സത്യവും ഓർക്കേണ്ടതുണ്ട്. അരിസ്റ്റോട്ടലിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാനായ ശിഷ്യൻ അലക്സാണ്ടർ ചക്രവർത്തിയെയും നാം ഓർത്തുപോകും. കലകൾക്കും കലാകാരന്മാർക്കും മഹത്വം നൽകിയ അരിസ്റ്റോട്ടൽ ശാസ്ത്രത്തിൽ തൽപരനും ശാസ്ത്രമേഖലയിൽ തൻ്റേതായ സംഭാവന നൽകാൻ ശ്രദ്ധിച്ചിരുന്ന തത്വചിന്തകനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എല്ലാം ശരിയായിരുന്നില്ല എന്നത് മറ്റൊരു സത്യം. ഏതായാലും അരിസ്റ്റോട്ടലിൻ്റെ കയ്യൊപ്പ് പതിയാത്ത വിജ്ഞാനത്തിൻ്റെ ഏതെങ്കിലും മേഖല ഉണ്ടോ എന്നത് സംശയമാണ്. ഒരു വിശ്വവിജ്ഞാന കോശമായി പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്ന അരിസ്റ്റോട്ടലിനെ കുറിച്ച് ഗുരുവായ പ്ലേറ്റോ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം ശ്രദ്ധേയമാണ്. പ്ലേറ്റോ പറയുന്നു, തൻ്റെ അക്കാഡമിക്ക് 2 ഭാഗങ്ങളുണ്ട്. തൻ്റെ മറ്റ് ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന ഉടലും അരിസ്റ്റോട്ടൽ എന്ന മസ്തിഷ്കവും. ഇതിൽ നിന്ന് മനസ്സിലാവും പ്ലേറ്റോ തൻ്റെ ശിഷ്യന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന്. BC 384 സ്റ്റാഗ്ര എന്ന പ്രദേശത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്ന് പറയാം. ഒരു ഇടത്തരം കുടുംബത്തിൽ കൊട്ടാരം വൈദ്യനായ നിക്കോമാക്കസിൻ്റെ മകനായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. എന്നാൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ മാതാപിതാക്കളെ അദ്ദേഹത്തിന് നഷ്ടമായി. പിന്നീടൊരു കുടുംബ സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് എന്ന് പറയപ്പെടുന്നു. 18-ാം വയസ്സിൽ ഏഥൻസിലെ പ്ലേറ്റോയുടെ അക്കാഡമിയിൽ വിദ്യാർത്ഥിയായി ചേർന്ന അരിസ്റ്റോട്ടൽ പ്ലേറ്റോയുടെ മരണം വരെ അവിടെ തുടർന്നു. എന്നാൽ ഗുരുവിൻ്റെ മരണശേഷം തനിക്ക് അർഹമായ സ്ഥാനം അക്കാഡമിയിൽ ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പടിയിറങ്ങി എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഈ വിവരത്തിന് ആധികാരികത ഒന്നും തന്നെയില്ല. അരിസ്റ്റോട്ടലിനോടൊപ്പം അക്കാഡമി വിട്ട മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും അവർ അരിസ്റ്റോട്ടലിനേക്കാൾ സീനിയേഴ്സ് ആയിരുന്നു എന്നും പറയപ്പെടുന്നു. ഏതായാലും ഇതിനുശേഷമാണ് അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായി തീരുന്നത്. BC 335 ആയപ്പോൾ അരിസ്റ്റോട്ടൽ ഏഥൻസിലേക്ക് തിരിച്ചെത്തി ലൈസിയം എന്ന തൻ്റെ സ്കൂൾ തുടങ്ങി. പെരിപാറ്ററ്റിക് സ്കൂൾ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം അരിസ്റ്റോട്ടലിനും കൂട്ടർക്കും നടന്നു പഠിപ്പിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അത്രേ. തത്വചിന്തയുടെ പല മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകൾ. അതിഭൗതികവാദം അഥവാ മെറ്റഫിസിക്സ്, ധർമ്മശാസ്ത്രം അഥവാ എത്തിക്സ്, രാഷ്ട്രതന്ത്രം അഥവാ പൊളിറ്റിക്സ് മുതലായ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ കാൽപാദങ്ങൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് കാണാം. ഈ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്നും ചിന്തകന്മാർ പഠന വിഷയമാക്കുകയും വ്യാഖ്യാനിക്കുകയും താരതമ്യ പഠനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിൽ അരിസ്റ്റോട്ടലിൻ്റെ അതിഭൗതികവാദം അഥവാ മെറ്റഫിസിക്സ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാര്യങ്ങളെ അടുക്കും ചിട്ടയോടെ അവതരിപ്പിക്കാൻ ശ്രമിച്ച അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ആധ്യാത്മവിദ്യ അഥവാ മെറ്റഫിസിക്സ് ആണ് പ്രഥമ തത്വശാസ്ത്രം. പൊരുൾ അഥവാ സത്തയെക്കുറിച്ചുള്ള പഠനമാണ് ആധ്യാത്മവിദ്യയുടെ ആണിക്കല്ല്. പിന്നീട് വന്ന തത്വദർശനങ്ങൾക്ക് ആധാരം ആധ്യാത്മവിദ്യയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആധ്യാത്മവിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് ഓണ്ടോളജി അഥവാ സദ്വസ്തു ദർശനം. സദ്വസ്തു ദർശനത്തിൽ ഉണ്മയുടെ അല്ലെങ്കിൽ അസ്തിത്വത്തിൻ്റെ സ്വഭാവം അഥവാ പ്രകൃതി എന്താണെന്ന് പഠനവിധേയമാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്?
അതുപോലെ നിലനിൽക്കുന്നവയുടെ അടിസ്ഥാന വർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം പ്രശ്നങ്ങൾ സദ്വസ്തു ദർശനത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. മോണിസം, പ്ലൂറലിസം, ഐഡിയലിസം മുതലായ സിദ്ധാന്തങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. തൻ്റെ ഗുരുവായ പ്ലേറ്റോയെ പോലെ പൂർണ്ണമായതിനെ അറിയുക എന്നതായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെയും ലക്ഷ്യം. അരിസ്റ്റോട്ടിൽ തൻ്റെ സദ്വസ്തു ദർശനത്തിൽ സമഷ്ടിയെ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ യൂണിവേഴ്സൽസ് എന്ന് വിളിക്കും, ഈ സമഷ്ടിയെ ചുറ്റുപാടും കാണുന്ന വ്യക്തിഗതമായ വസ്തുക്കളിൽ അഥവാ വ്യഷ്ടിയിൽ അന്തർലീനമാണ് എന്ന് അരിസ്റ്റോട്ടിൽ വിവരിക്കുന്നു. എന്നാൽ പ്ലേറ്റോയുടെ തത്വചിന്തയിൽ സമഷ്ടി ആശയങ്ങളുടെ ഒരു പ്രത്യേക ലോകത്ത് നിലനിൽക്കുന്നു. നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കൾ സമ്പൂർണമായ ആശയലോകത്തിൻ്റെ അനുകരണങ്ങൾ മാത്രമാണ് എന്ന് പ്ലേറ്റോ വിശ്വസിച്ചു. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ സമഷ്ടികളും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. സമഷ്ടി ഒരു അതീന്ദ്രിയ ലോകത്ത് അഥവാ ആശയലോകത്ത് നിലനിൽക്കുന്നു എന്ന് പ്ലേറ്റോ പറഞ്ഞു വെച്ചപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നു, സമഷ്ടി നാം ഏതു വസ്തുവിനോട് ചേർത്ത് മുൻകൂട്ടി പറയുന്നുവോ അതേ വസ്തുവിൽ തന്നെ അത് നിലനിൽക്കുന്നു. ഓറഞ്ചിൻ്റെ രൂപം എല്ലാ ഓറഞ്ചിലും അന്തർലീനമായിരിക്കുന്നു, അല്ലാതെ ആശയലോകത്തല്ല. അതുപോലെ സ്നേഹം ഒരു സമഷ്ടിയാണ്. മനുഷ്യരിലും പക്ഷിമൃഗാദികളിലുമല്ലാതെ വേറിട്ട് സ്വതന്ത്രമായി നിലകൊള്ളുന്ന സ്നേഹമുണ്ടോ എന്നത് സംശയം. സ്നേഹിക്കുന്നവർ ഇല്ല എങ്കിൽ പിന്നെ സ്നേഹം അർത്ഥശൂന്യമല്ലേ? അരിസ്റ്റോട്ടിൽ ഇത്തരത്തിൽ ചിന്തിച്ചതിനാലാവാം പ്ലേറ്റോയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഏതായാലും സത്തയെ അന്വേഷിക്കേണ്ടത് വ്യഷ്ടികളിലാണ് എന്ന് അരിസ്റ്റോട്ടിൽ ഉറച്ചു വിശ്വസിച്ചു. സമഷ്ടി പൊതുവായതാണ്. ഈ പൊതുവായത് വ്യഷ്ടിയിൽ നിലനിൽക്കുന്നു. ഒരു വസ്തുവിനെ ചൂണ്ടിക്കാട്ടി ഇത് നന്മ എന്ന് പറയുക വയ്യ, ഇതും നന്മ എന്ന് പറയാം. കാരണം നന്മ ഒരു സമഷ്ടിയാണ്. സമഷ്ടിയെ വ്യഷ്ടിയിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് പറയുന്നതിനോട് നമുക്ക് വിയോജിക്കേണ്ടി വരും. നമ്മുടെ ഭാവനയിൽ അഥവാ മനനം ചെയ്യുമ്പോൾ സമഷ്ടിയെയും വ്യഷ്ടിയെയും വേറിട്ട് കാണാൻ സാധിക്കും. ഒരു വസ്തുവിനെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ സാമാന്യ ഗുണം നമ്മുടെ ചിന്തയിലെത്തും. പച്ചമാങ്ങ കാണുന്ന മാത്രയിൽ തന്നെ പുളിപ്പ് രുചി നമ്മുടെ മനസ്സിൽ വരും. പുളിപ്പ് സാമാന്യ ഗുണമാണ്. ചിന്തയുടെ തലത്തിൽ നമ്മൾ പലപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകുക സമഷ്ടിക്കാണ്. അറിവിൻ്റെ ലോകത്തിൽ ഏതൊരു വിഷയവും തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് സാമാന്യ തത്വങ്ങളെയാണ്. അരിസ്റ്റോട്ടിൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശാസ്ത്രശാഖയിൽ നിന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുത്വാകർഷണ തത്വം അഥവാ ലോ ഓഫ് ഗ്രാവിറ്റി. ഇതൊരു സാമാന്യ തത്വമാണ്. സയൻസിൻ്റെ മേഖലയിൽ ഈ തത്വത്തിന് വേറിട്ടൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാമാന്യ തത്വങ്ങളെ നമുക്ക് വേറിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചിന്തയിലെങ്കിലും. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ തത്വദർശനത്തിലെ ഈ കുറവ് വിമർശകർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. തത്വചിന്തകർ വളരെ കാര്യമായി തന്നെ വിചിന്തനം നടത്തിയ ഒരു പ്രശ്നമാണ് സമഷ്ടിയും വ്യഷ്ടിയും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഭാരതീയ തത്വചിന്തകന്മാർ ഈ പ്രശ്നത്തെ വളരെ പ്രാമുഖ്യത്തോടെ അഭിമുഖീകരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ വേദാന്ത ചിന്തകന്മാർ ആത്യന്തികമായി എല്ലാം ഒന്നിൻ്റെ വിവിധ ഭാവങ്ങളാണ്, അഥവാ ഈ പറയുന്ന വ്യഷ്ടിയും സമഷ്ടിയും ഒന്നിൻ്റെ ഭാവങ്ങൾ ആണ് എന്ന് വിവരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരേ അറിവ് തന്നെയാണ് നാം പലതായി കാണുന്നത് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അറിവിൻ്റെ രണ്ട് ശാഖകളാണ് സമഷ്ടിയും വ്യഷ്ടിയും. അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയിൽ ഇതിനോടനുബന്ധിച്ച് പറയേണ്ട മറ്റൊരു ചിന്തയാണ് രൂപവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം. ഇദ്ദേഹത്തിൻ്റെ തത്വചിന്ത ശരിയാവണ്ണം മനസ്സിലാക്കണമെങ്കിൽ രൂപത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും ശരിയായ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രൂപവും ദ്രവ്യവും രണ്ട് അടിസ്ഥാന വിഭാഗങ്ങളായാണ് ഇദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏതായാലും ഡെമോക്രാറ്റസിൻ്റെ ഭൗതികവാദവും അഥവാ മെറ്റീരിയലിസവും അതുപോലെ തന്നെ പ്ലേറ്റോയുടെ ആശയവാദവും, ഇംഗ്ലീഷിൽ നമ്മൾ ഐഡിയലിസം എന്ന് വിളിക്കും, ഇത് രണ്ടും അരിസ്റ്റോട്ടിൽ തിരസ്കരിച്ചു.
യഥാർത്ഥ പൊരുൾ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ കാണാൻ അരിസ്റ്റോട്ടിൽ ഇഷ്ടപ്പെട്ടു. ഈ ലോക വസ്തുക്കൾക്ക് 2 ഭാവങ്ങളുണ്ട്, ദ്രവ്യവും രൂപവും. ഏതൊരു വസ്തുവും ഏതെങ്കിലും ഒരു ദ്രവ്യം കൊണ്ടാവും ഉണ്ടാക്കപ്പെട്ടിരിക്കുക. വസ്തുവിന് ഒരു രൂപവും ഉണ്ടാവും. ഈ 2 ഭാവങ്ങളില്ലാതെ ഒരു വസ്തുവും ഇവിടെ നിലനിൽക്കുന്നില്ല. വസ്തു രൂപവും ദ്രവ്യവും കൂടിച്ചേർന്നതാണ്. രൂപത്തിൻ്റെ ഘടകം വസ്തുവിൻ്റെ സർവപ്രധാനമായ അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ രൂപം അല്ലെങ്കിൽ ആശയമാണ് ഒരു വസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ആധാരം. അപ്പം വസ്തുവിൻ്റെ ഗുണങ്ങൾ എല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ വസ്തുവിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ ഒന്നുമുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ദ്രവ്യസങ്കല്പം വിമർശകർ അംഗീകരിക്കുന്നില്ല. രൂപവും ദ്രവ്യവും അടിസ്ഥാനപരമായി സ്വയം മാറുന്നില്ല. എങ്കിലും എല്ലാ മാറ്റങ്ങളുടെയും ചുമതല ഇവർക്കാണ്. രൂപം സമഷ്ടിയും അതുപോലെ പൊതുവായതുമാണ്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് ക്രിസ്തുമസ് കാലമാണല്ലോ. ഞാൻ പറയുന്നു എൻ്റെ കയ്യിലൊരു റൗണ്ട് കേക്ക് ഉണ്ട് എന്ന്. അതായത് എൻ്റെ കൈവശമുള്ള ഒരു പ്രത്യേക കേക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിലെ റൗണ്ട്നെസ് എന്നത് എൻ്റെ കൈവശമുള്ള കേക്കിൻ്റെ മാത്രം കുത്തകയല്ല. ബിസ്ക്കറ്റ്, ടാബ്ലറ്റ്സ്, റിംഗ്, ടയർ, ടോയ്സ്, അങ്ങനെ ഒരുപാട് വസ്തുക്കളെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കാണാം. അപ്പോൾ റൗണ്ട്നെസ് പൊതുവേ ഉള്ളതാണ് അഥവാ സമഷ്ടിയാണ്. ഈ പൊതുവായത് പ്രത്യേക വസ്തുക്കളിൽ എത്തുമ്പോൾ വ്യഷ്ടിയായി മാറുന്നു അല്ലെങ്കിൽ വ്യഷ്ടിയാകുന്നു. രൂപം കൊണ്ട് അരിസ്റ്റോട്ടിൽ അർത്ഥമാക്കുന്നത് പല വസ്തുക്കളിൽ പൊതുവേ ഉള്ളതിനെയാണ്. മറ്റൊന്നാകാനുള്ള സാധ്യതയോടെ നിലനിൽക്കുന്നതാണ് അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയിൽ ദ്രവ്യം. വേറിട്ടു നിൽക്കുന്ന വസ്തുക്കൾ ഇവിടെ മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിൻ്റെ ആധാരം രൂപവും. കളിമണ്ണ് ഉപയോഗിച്ച് നമുക്ക് പ്രതിമ നിർമ്മിക്കാം, ഫ്ലവർ വേസ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അരിസ്റ്റോട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത ഒരേ വസ്തു തന്നെ മൂലദ്രവ്യവും രൂപവുമാണ് എന്നതാണ്. രൂപത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും വിവരണത്തോടൊപ്പം അന്തർലീന ശക്തിയെക്കുറിച്ചും യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചും അരിസ്റ്റോട്ടിൽ വിവരണം നൽകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യാലിറ്റിയും ആക്ച്വാലിറ്റിയും. അന്തർലീന ശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിനെ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെ സാധ്യമായ കാര്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ സാഹചര്യം ഒത്തുവരികയും അതുപോലെ കഴിവിനെ തടസ്സപ്പെടുത്തി പ്രതിബന്ധങ്ങൾ ഉണ്ടാവാനും പാടില്ല. ഇപ്പോൾ പാട്ടുപാടാനുള്ള കഴിവ്, ചില വ്യക്തികളിൽ ഇത് അന്തർലീനമാണ്. അത് ശരിയാവണ്ണം പുറത്തു കൊണ്ടുവരുന്നത് പഠനത്തിലൂടെയാണ് എന്നോർക്കുക. വിത്തിൽ വൃക്ഷം എന്ന രൂപം അന്തർലീനമാണ്. അത് അനുകൂല സാഹചര്യത്തിൽ ചെടിയായി വൃക്ഷമായി മാറുന്നു. നമ്മുടെ കണ്ണുകളിൽ കാഴ്ച അന്തർലീനമാണ്. മരത്തിൽ പല രൂപങ്ങളും അന്തർലീനമാണ്. ഇതിൽ മേശ, കസേര, വാതിൽ മുതലായ പല രൂപങ്ങളും ഉണ്ടാകാമെങ്കിലും മരത്തിൽ അന്തർലീനമല്ലാത്ത പുതിയൊരു വർഗത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ വംശത്തിനെയും വേറിട്ട് നിർത്തി വംശാധിഷ്ഠിതമായ ഒരു അസ്തിത്വ ശ്രേണി അരിസ്റ്റോട്ടിൽ വരച്ചു കാണിക്കുന്നു. പക്ഷേ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാട് ശരിവയ്ക്കുന്ന തരത്തിലല്ല എന്ന് നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ഒരു രൂപം മറ്റൊന്നിന് പദാർത്ഥമാകുന്നു. ഒരു വസ്തുവിൽ പല സാധ്യതകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വസ്തു വെളിപ്പെട്ടാൽ അതിൽ പുതിയ സാധ്യത ഉൾക്കൊണ്ടിട്ടുണ്ടാവും. തെങ്ങ് നമുക്ക് നാളികേരം നൽകുന്നു. അപ്പോൾ നാളികേരത്തിൻ്റെ ദ്രവ്യം തെങ്ങ്. നാളികേരത്തിൽ പല സാധ്യതകളുണ്ട്. അത് തെങ്ങിൻ്റെ തൈയാക്കി മാറ്റാം, തൈയായി മാറാം, അല്ലെങ്കിൽ നാളികേരത്തിൽ നമുക്ക് എണ്ണ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നാളികേരം ഉപയോഗിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ പല സാധ്യതകൾ ഇതിലുണ്ടാവും. ഈ സാധ്യതകൾ എല്ലാം പ്രകടമാകണമെന്നില്ല. മറ്റൊന്നാകാനുള്ള സാധ്യതയോടെ നിലനിൽക്കുന്നതിനെയാണ് അരിസ്റ്റോട്ടിൽ ദ്രവ്യം എന്ന് വിളിച്ചത് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു.
അരിസ്റ്റോട്ടലിൻ്റെ തത്വവിചാരം ഇങ്ങനെ പോകുമ്പോൾ ഇന്ത്യൻ തത്വചിന്തയിൽ പറയുന്ന പ്രയർ നോൺ എക്സിസ്റ്റൻസ്, ആഫ്റ്റർ നോൺ എക്സിസ്റ്റൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ഓർക്കും. ലോകത്തിലെ വസ്തുക്കൾ മാറ്റത്തിന് വിധേയമാണ്. മാറ്റങ്ങളെ അരിസ്റ്റോട്ടിൽ വിവരിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച പ്രകാരവും. ഏതൊരു വസ്തുവിന് പിന്നിലും അടിസ്ഥാനപരമായി 4 കാരണങ്ങളുണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ വിവരിക്കുന്നു. ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കും. ഒരാൾ ചുണ്ടൻ വള്ളം നിർമ്മിക്കാൻ പോകുന്നു എന്ന് കരുതുക. നമുക്കെല്ലാവർക്കും ഫാമിലിയറാണ് ചുണ്ടൻ വള്ളം. വള്ളം ഉണ്ടാക്കാൻ വേണ്ടുന്ന വസ്തുക്കൾ, അതായത് തടി മുതലായവ ഉപാദാന കാരണം അഥവാ മെറ്റീരിയൽ കോസ് എന്ന് വിളിക്കുന്നു. വള്ളത്തിൻ്റെ രൂപം, വലിപ്പം ഇവ എങ്ങനെ എന്ന് വള്ളം നിർമ്മിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ഈ രൂപകൽപ്പനയാണ് ഫോർമൽ കോസ് അഥവാ സ്വരൂപ കാരണം എന്ന് വിളിക്കുന്നത്. തച്ചനും സഹായികളും ഇല്ലാതെ ചുണ്ടൻ വള്ളം യാഥാർത്ഥ്യമാകില്ല. ഇവരാണ് നിമിത്ത കാരണം അഥവാ എഫിഷ്യൻ്റ് കോസ്. ഇനിയും ഉയരുന്ന ചോദ്യം എന്തിനു വേണ്ടി ചുണ്ടൻ വള്ളം നിർമ്മിച്ചു എന്നതാണ്. ചിലപ്പോൾ വള്ളം കളിയിൽ പങ്കെടുക്കാനായിരിക്കാം, അതല്ലെങ്കിൽ വെറുതെ അലങ്കാര വള്ളമായി ഉപയോഗിക്കാനായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓണത്തിനൊക്കെ പ്രൊസഷൻ നടത്തുമ്പോൾ അതിൽ ചുണ്ടൻ വെള്ളത്തിൻ്റെ മാതൃകകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആകാം. ഇതാണ് അന്തിമ കാരണം അഥവാ ഫൈനൽ കോസ്. അപ്പോൾ നിമിത്ത രൂപ അന്തിമ കാരണങ്ങളാണ് ഈ ലോക വസ്തുക്കളുടെ മാറ്റങ്ങൾക്ക് പിന്നിൽ. ഇതിലെ അന്തിമ പ്രയോജനത്തിന് അരിസ്റ്റോട്ടിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഈശ്വര സങ്കല്പം നോക്കാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ചലനത്തിന് വിധേയമാണ്. ഈ മാറ്റത്തിനും ചലനത്തിനും ഒരു പ്രേരക ഘടകമായി നിൽക്കുന്ന ചലിക്കാത്ത ചലനശക്തിയെയാണ് അരിസ്റ്റോട്ടിൽ ഈശ്വരൻ എന്ന് വിളിച്ചത്. ഈ പ്രപഞ്ചത്തിലെ ആദ്യ ചലനത്തിന് അഥവാ മാറ്റത്തിന് കാരണമായ നിമിത്ത രൂപ അന്തിമ കാരണം ഈശ്വരൻ തന്നെ. നമ്മുടെ സാധാരണ സങ്കല്പത്തിലുള്ള രൂപമുള്ള ഈശ്വര സങ്കല്പമല്ല അരിസ്റ്റോട്ടലിൻ്റേത്. ഒരു തത്വമാണ് അരിസ്റ്റോട്ടലിൻ്റെ ഈശ്വരൻ. ഈശ്വര സാന്നിധ്യം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്നു. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന ഭാരതീയ വിശ്വാസം നാം ഇവിടെ ഓർക്കും. അതുപോലെ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചല്ല, മറിച്ച് ചിന്തയെക്കുറിച്ച് തന്നെയാണ്. ഫ്രാങ്ക് തില്ലി എന്ന ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു കണ്ണാടി മറ്റൊരു കണ്ണാടിയെ പ്രതിഫലിപ്പിക്കുന്നത് പോലെയാണത്രേ. ചിന്തയുടെ സാധ്യത ചിന്തയിൽ തന്നെയാണ്, അതിനൊരു മൂലദ്രവ്യമില്ല. ഈ ലോകത്ത് വിഭിന്നങ്ങളായ വസ്തുക്കളാണല്ലോ നിലനിൽക്കുന്നത്. ഈ വൈവിധ്യം വിവരിക്കുന്നത് വസ്തുക്കളിലെ സാധ്യത എത്രമാത്രം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ്. അരിസ്റ്റോട്ടിൽ പദാർത്ഥങ്ങളെ അഥവാ സബ്സ്റ്റൻസിനെ പടിപ്പടിയായി ഉയരുന്ന രീതിയിൽ ക്രമീകരിച്ചു. ദ്രവ്യം ഏറ്റവും താഴെത്തട്ടിലും ഈശ്വരൻ ഏറ്റവും മുകളിലും. ഈ വ്യത്യസ്ത ധ്രുവങ്ങൾക്കിടയിൽ കാണുന്നവയാണ് ഈ ലോകത്തിലെ വസ്തുക്കൾ. ഏറ്റവും താഴെത്തലത്തിൽ പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, സൂക്ഷ്മാകാശം മുതലായവ. ഇവയിലെ സാധ്യതകളുടെ ആവിഷ്കാരമാണ് ഈ ലോകത്തിലെ വിവിധ വസ്തുക്കൾ. അപ്പോൾ അടുത്ത തലത്തിൽ ജീവനുള്ള സസ്യലോകം, അതിനടുത്ത തലത്തിൽ ജന്തുലോകം, വിവേചന ബുദ്ധിയും ചിന്തിച്ച് കാര്യങ്ങളെ അപഗ്രഥിക്കാൻ കഴിവുള്ള മനുഷ്യവർഗത്തെ അടുത്ത തലത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യേകത ഉള്ളിലെ സാധ്യതകൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ സാക്ഷാത്കരിച്ചു എന്നതാണ്. സാക്ഷാത്കരിക്കാത്ത സാധ്യതകൾ തുലവും കുറവും. എന്നാൽ പൂർണ്ണം എന്ന് പറയുക വയ്യ. ഈ ശ്രേണി അവസാനിക്കുന്നത് ഈശ്വരനിലാണ്. ശുദ്ധരൂപമാണ് ഈശ്വരൻ, അനശ്വരനും. മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാറുണ്ട്. യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കുവാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കുന്നില്ല. അപ്പോൾ മനുഷ്യരെക്കാൾ ഉയർന്ന ഒരു തലമുണ്ട് എന്ന് അനുമാനിക്കാം. കലർപ്പില്ലാത്ത ശുദ്ധരൂപമാണ് എല്ലാറ്റിനും മുകളിൽ. ഈ വിശുദ്ധ രൂപത്തെയാണ് അരിസ്റ്റോട്ടിൽ ഈശ്വരൻ അഥവാ ചലിക്കാത്ത ചലനശക്തി എന്ന് വിശേഷിപ്പിച്ചത്. ഈ സമ്പൂർണമായതിനെ അറിയുക എന്നതാണ് മനുഷ്യ മനസ്സ് ലക്ഷ്യമിടുന്നത്. ഇനി ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധവും അരിസ്റ്റോട്ടിൽ വിവരിക്കുന്നുണ്ട്.
ഇവ ഒന്നു തന്നെ, ഒരുപക്ഷെ കടലും തിരമാലയും പോലെ. ശരീരത്തിൻ്റെ കാരണം ജീവൻ. നമ്മുടെ ശരീരം കാര്യക്ഷമമായി നിലനിൽക്കുന്നതിന് കാരണം ജീവനാണ്. രൂപമാണ് ജീവൻ. സചേതനമായ വസ്തുക്കളുടെ ഉൾക്കാമ്പ് ജീവനാണ്. അതായത് ജീവനില്ല എങ്കിൽ സചേതന വസ്തുക്കൾ നശിക്കുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ സ്വരൂപ നിശ്ചയം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അഥവാ മെത്തഡോളജി. ശാസ്ത്രീയമായ പ്രവർത്തന സമ്പ്രദായങ്ങളും അതുപോലെ അപഗ്രഥനപരമായ പ്രവർത്തന സമ്പ്രദായങ്ങളും പിന്തുടർന്നാണ് അരിസ്റ്റോട്ടിൽ തൻ്റെ ഓരോ നിഗമനത്തിലും എത്തിച്ചേർന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഓരോ രചനയിലും അപഗ്രഥനപരമായ ഒരു സമീപനവും കാണാൻ സാധിക്കും. നിരീക്ഷണത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ശാസ്ത്രീയമായി തെളിയിച്ചതും പ്രയോഗത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ലഭിച്ചതുമായ സത്യങ്ങളെ അംഗീകരിക്കുവാനാണ് അരിസ്റ്റോട്ടിൽ എന്നാൽ വിദ്യയിലെ പ്രശ്നങ്ങൾക്ക്, അഥവാ മെറ്റഫിസിക്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ശാസ്ത്രീയ ജ്ഞാനത്തിലല്ല, മറിച്ച് അന്തർജ്ഞാനത്തിലാണ് എന്ന് അരിസ്റ്റോട്ടിൽ സമ്മതിക്കുന്നു. അടിസ്ഥാന തത്വങ്ങൾ ശാസ്ത്രീയ പ്രവർത്തന സമ്പ്രദായങ്ങൾക്ക് അതീതമാണ്. അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാവുക അന്തർജ്ഞാനത്തിലൂടെ എന്ന് ഇന്ത്യൻ തത്വചിന്തകന്മാരെ പോലെ അരിസ്റ്റോട്ടിലും വിശ്വസിച്ചു. അന്തർജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡ്യൂഷൻ എന്ന് പറയും. കാര്യകാരണ സഹിതം നിഗമനത്തിൽ എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകതയും അരിസ്റ്റോട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശേഷ ഗുണങ്ങളുടെ അടിസ്ഥാനമായ ദ്രവ്യം പോലും നമുക്ക് അന്തർജ്ഞാനത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ. അറിവിൽ പ്രത്യക്ഷമായി വരുന്ന ഭാവഭേദങ്ങളാണ് പദാർത്ഥങ്ങൾ എന്ന് നമ്മുടെ ഇന്ത്യൻ തത്വജ്ഞാനികൾ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. ഗുരുദേവൻ അറിവിനെ വിവരിക്കുമ്പോൾ ഇത് വിശദമാക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ചിന്തയെക്കുറിച്ച് ആഴത്തിൽ അപഗ്രഥനം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തർക്കശാസ്ത്ര രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അരിസ്റ്റോട്ടലിൻ്റെ തത്വശാസ്ത്രം ഇന്നും നമ്മുടെ കോളേജ് സിലബസുകളിൽ പ്രഥമ സ്ഥാനം നൽകി വരുന്നുണ്ട് എന്നത് നമുക്ക് ഓർക്കാം. പാശ്ചാത്യ മേഖലയിൽ തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അരിസ്റ്റോട്ടിൽ അറിയപ്പെടുന്നത്. മനുഷ്യർ ബുദ്ധിമാന്മാർ തന്നെ, എന്നാൽ നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. യഥാർത്ഥ സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിൽ നിന്നും നമ്മുടെ ബുദ്ധിയുടെ പരിമിതികൾക്കപ്പുറത്ത് സമ്പൂർണമായ ഒന്നുണ്ട് എന്ന് അനുമാനിക്കാം. നമ്മൾ സമ്പൂർണമായതിനെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നത് അതിനെ ബാധിക്കുന്നില്ല. എല്ലാറ്റിൻ്റെയും കാരണമായി ഇത് വർത്തിക്കുന്നു. ഈ സമ്പൂർണതയെ അറിയുകയാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. ഇനിയും അരിസ്റ്റോട്ടിൽ ആക്റ്റീവ് ഇൻ്റലക്റ്റും പാസീവ് ഇൻ്റലക്റ്റും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുന്നുണ്ട്. ആക്റ്റീവ് ഇൻ്റലക്റ്റ് അന്തർലീന ശക്തിയെ യഥാർത്ഥസ്ഥിതിയിലാക്കുന്നു അല്ലെങ്കിൽ യഥാസ്ഥിതിയിലാക്കുന്നു. പാസീവ് ഇൻ്റലക്റ്റ് വസ്തുക്കളുടെ രൂപത്തെ സ്വീകരിക്കുന്നു. അരിസ്റ്റോട്ടലിൻ്റെ ആക്റ്റീവ് ഇൻ്റലക്റ്റിനെ ഈശ്വരന് തുല്യമായി ഗണിക്കുന്നു എന്ന് പല നിരൂപകന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിനെ പാസീവ് ഇൻ്റലക്റ്റ് എന്ന് വിവരിച്ചു. പാസീവ് ഇൻ്റലക്റ്റിനെ പ്രകാശിപ്പിക്കാൻ ആക്റ്റീവ് ഇൻ്റലക്റ്റ് ആവശ്യമാണ്. അതുപോലെ ആക്റ്റീവ് ഇൻ്റലക്റ്റിനെ അറിയാൻ മനുഷ്യ മനസ്സിന് മാത്രമേ കഴിയൂ എന്നും അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചു. സാധ്യതകളെല്ലാം സാക്ഷാത്കരിച്ചതാണ് ആക്റ്റീവ് ഇൻ്റലക്റ്റ്. ഏതായാലും ഈ ലോകത്തിലെ പദാർത്ഥങ്ങൾ ഒക്കെ തന്നെ പടിപടിയായി മുന്നേറുന്നു എന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് അരിസ്റ്റോട്ടിൽ തൻ്റെ തത്വചിന്തയിലൂടെ വരച്ചു കാട്ടുന്നത്. ഓരോ പദാർത്ഥവും അതിൻ്റെ സാധ്യതകൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. ജീവിതം പരിപൂർണത സാക്ഷാത്കരിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ യാത്രയാണ്, അല്ലാതെ അധപതനത്തിലേക്കല്ല. ഇത്തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്ത മുന്നിലേക്ക് വയ്ക്കുന്നത്.
അരിസ്റ്റോട്ടലിൻ്റെ സദ്വസ്തു ദർശനം പ്രായോഗികതയിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്ന് കാണാം. അതിനാലാണ് അദ്ദേഹം സാമാന്യ ആശയത്തെ ഈ ലോകവസ്തുക്കളിൽ കാണാൻ സാധിക്കും എന്ന് അടിവരയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാവാം സാമാന്യ ആശയത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അറിയാൻ സാധിക്കും എന്നും ഉദ്ഘോഷിച്ചത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽപ്പെട്ടവർക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സത്യത്തെ അറിയാൻ സാധിക്കും. ഈ ലോക വസ്തുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക വഴി അറിവ് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും. അടുക്കും ചുറ്റിയോടും കൂടി ഭൗതികമായ തെളിവുകൾ നിരത്തി അരിസ്റ്റോട്ടിൽ തൻ്റെ സദ്വസ്തു ദർശനം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നത് നമുക്ക് എന്നും ഓർമ്മിക്കേണ്ട കാര്യം തന്നെയാണ്. തത്വശാസ്ത്രവും ശാസ്ത്രവും പ്രായോഗികതയും കൈകോർത്ത് ഒന്നിച്ചു നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ വർഷത്തെ വെബിനാറിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഈ അവസരം തന്ന എല്ലാ ഗുരുക്കന്മാർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.